ബ്രസീൽ വളരെ തകർന്നടിഞ്ഞു പോയ ലോകകപ്പുകളുമുണ്ട്, ബ്രസീൽ കപ്പടിച്ച ലോകകപ്പുകളുമുണ്ട്. കപ്പടിച്ചാലും അടിച്ചില്ലെങ്കിലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം 4 വർഷം കൂടുമ്പോൾ ലോകകപ്പ് ഫൈനൽ റൗണ്ട് കളിക്കുക എന്നുള്ളതാണ്. അത് അവർ ഇത്തവണയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണയുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നെയ്മറിൽ നിന്ന് വളരെ കട്ട ആരാധകർ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കോച്ച് പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ലോകകപ്പ് കളിക്കുന്നതിൽ ഏറ്റവും മികച്ച ആക്രമണനിര ഒന്ന് ബ്രസീലിലാണ്. അതിന് എലൈറ്റ് അറ്റാക്കിംഗ് ലൈൻ എന്ന് പറയാം. നമ്മളിപ്പോൾ ഇതുവരെ പറയാത്ത ടീമുകളെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ബ്രസീൽ എല്ലാ ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. പക്ഷേ എങ്കിൽ പോലും ഇത്തവണ ബ്രസീലിന് പുറത്ത് അത്രയേറെ പ്രതീക്ഷകൾ കടുത്ത ബ്രസീൽ ആരാധകർ പോലും വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പം നെയ്മാർ ഈ പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ ഇഞ്ചുറി പ്രോണായ ഒരു പ്ലെയറാണ്. നെയ്മാർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പുറത്ത് അർപ്പിക്കപ്പെട്ട പ്രതീക്ഷയ്ക്കൊത്ത് അദ്ദേഹത്തിന് ഉയരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നത് നെയ്മാർ ബ്രസീലിന് എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് സാർ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അർജൻറ്റീന ആരാധകർക്ക് ബ്രസീലിനോട് ശത്രുത വേണമെന്ന് ഒരു നിർബന്ധമില്ലെന്നാണ് ഞാൻ സ്വയം പറയുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ടീമാണ് ബ്രസീൽ. അതിന് കാരണം വെച്ചാൽ ബ്രസീൽ അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളത് തന്നെയാണ്. ബ്രസീൽ സത്യം പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കണക്ക് പുസ്തകത്തിൽ ഇത് വെച്ച് നോക്കിയാൽ ബ്രസീലിൻ്റെ കണക്ക് പുസ്തകം സമ്പന്നമാണ്, ഏറ്റവും കൂടുതൽ ട്രോഫികൾ. അതെ. പക്ഷേ ബ്രസീൽ ഒരിക്കലും രേഖാമൂലം നമുക്ക് ഫുട്ബോളിൽ ഉറപ്പ് തരുന്ന ഒരു ടീമല്ല. ഒരു കാലത്തും വാഗ്ദാനങ്ങൾ തരാറില്ല. ഇല്ല. നമ്മൾ സ്വയം മോഹിച്ചു പോകുന്നതാണ് ബ്രസീലിനെ കൊണ്ട്. അത് മോഹിപ്പിക്കുക എന്നുള്ള, ആരാധകരെ മോഹിപ്പിക്കുക എന്നുള്ളതാണ് ബ്രസീലുകാരുടെ. അപ്പം മോഹിപ്പിക്കുക എന്നുള്ളത് വെച്ചാൽ ആനന്ദിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ് ഈ മോഹിപ്പിക്കുക എന്നുള്ള സാധനം. ആളുകളെ ആനന്ദിപ്പിക്കുക, അതാണ് ബ്രസീലുകാരുടെ ഒരു, പ്രത്യേകിച്ച് ഫുട്ബോളിലൂടെ അവരുടെ ജീവിത ദൗത്യം അതാണ്. അപ്പം അവരാനന്ദിപ്പിക്കും, നമ്മൾ മോഹിക്കും. അവർ നമുക്ക് വാഗ്ദാനങ്ങൾ ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ അവരിലേക്ക് പെലെയുടെ തലമുറ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ശരിയാണ്. പെലെയ്ക്ക് ശേഷം ശരിയാണ്. അതെ, ബ്രസീൽ വളരെ തകർന്നടിഞ്ഞു പോയ ലോകകപ്പുകളുമുണ്ട്, ബ്രസീൽ കപ്പടിച്ച ലോകകപ്പുകളുമുണ്ട്. എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രസീൽ തോക്കുമ്പോൾ ബ്രസീലുകാർ മാത്രമല്ല എല്ലാവർക്കും സങ്കടം വരും. കാരണം എന്ന് വെച്ചാൽ അവർ തോക്കുമ്പോൾ ചിലപ്പോൾ അത് ട്രാജഡി ആയി പോകും. പലതരത്തിലുള്ള ട്രാജഡി. ചിലപ്പോൾ ടൈ ബ്രേക്കറിൽ ട്രാജഡി ആവും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ആ സ്ഥലത്ത് ബെലോ ഹൊറിസോഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ജർമ്മനി അവരെ 7-1 തോൽപ്പിച്ചത്. ഞാനന്ന് ബെലോ ഹൊറിസോഞ്ചിലെങ്കിലും ബ്രസീലിൽ തന്നെ വേറൊരു നഗരമുണ്ട്, ആ നഗരത്തിലായിരുന്നു. അത് ക്യൂരിച്ചീബ എന്ന് പറഞ്ഞ നഗരമാണ്. അത് ആളോഹരി വരുമാനം എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ആളോഹരി പച്ചപ്പ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു നഗരമാണ്. പരിസ്ഥിതി വാദികളാണ് അവിടുത്തെ കൂടുതൽ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവിടെ ഗാരിഞ്ചയുടെ പേരിൽ അവർ ഗാഹിൻച എന്നാണ് പറയുന്നത്, ഒരു ചെറിയ ഒരു മദ്യശാലയുണ്ട്. അവിടെ നിന്നാണ് കളി കാണുന്നത്. അവിടെ കസേരകളില്ല, നിന്നാ കാണുന്നത്. അന്നാണ് ബ്രസീലിന് ട്രാജഡി ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാജഡി ഉണ്ടായപ്പോൾ അനുഭവിച്ച ഒരു വിഷമം, നമുക്ക് പോലും വിഷമം തോന്നി വെച്ചാൽ ബ്രസീലുകാരുടെ വിഷമം എന്ന് വെച്ചാൽ തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു കൈ തോക്കുമായിട്ട്, ഒരു റിവോൾവറായിട്ടൊരു കൈ മുകളിലോട്ട് ജനലിലൂടെ പുറത്തേക്ക് വരുന്നു, ആകാശത്തേക്ക് 5-6 വെടിവെക്കുന്നു, കൈ ഇന്ന്. അപ്പോഴേക്കും താഴെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓടുന്നു. സ്വന്തം ടീം തോറ്റാൽ ഉടനെ ആകാശത്തേക്ക് വെടിവെക്കുക, അല്ലെങ്കിൽ അടുത്ത ആളെ ചിലപ്പോൾ വെടിവെക്കുന്നില്ലായിരിക്കാം, എങ്കിലും അത് അത്രയും അവരുടെ വിഷമം. ബ്രസീലിൻ്റെ ദേശീയ പതാക ബ്രസീലിൽ തന്നെ റോഡ് സൈഡിലും ഫുട്പാത്തിലും ഇട്ട് ചവിട്ടി ഇറക്കുന്നത് കണ്ട ഒരു ദിവസം. അപ്പോൾ ഭയങ്കരമായ ദുരന്തങ്ങൾ അവരെ. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, അവർ നമ്മളെ മോഹിപ്പിക്കുന്നതേ ഉള്ളൂ. അവർ നമ്മൾ വാഗ്ദാനം തരുന്നില്ല, ഞങ്ങൾ കപ്പടിക്കാമെന്നവർ പറയുന്നില്ല. കപ്പടിച്ചാലും അടിച്ചില്ലെങ്കിലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം 4 വർഷം കൂടുമ്പോൾ ലോകകപ്പ് ഫൈനൽ റൗണ്ട് കളിക്കുക എന്നുള്ളതാണ്. അത് അവർ ഇത്തവണയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണയുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നെയ്മറിൽ നിന്ന് വളരെ കട്ട ആരാധകർ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കോച്ച് പ്രതീക്ഷിക്കുന്നില്ല. നെയ്മറിന് പുറത്ത് പ്രഷറില്ല, സമ്മർദ്ദമില്ല. ഇല്ല. സ്വാഭാവികമായിട്ടും കോച്ചിന്റെ മനസ്സിൽ വേറൊരു ടീം ഉണ്ട്. അത്യാവശ്യം തലക്കകത്ത് ആൾതാമസമുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരാണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് കോച്ച് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. യൂറോപ്യനാണ്. ബ്രസീലിനുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഒരു പോരായ്മ ഡിഫൻസ് പൊളിഞ്ഞു പോകുക എന്നുള്ളതാണ്. ഡിഫൻസ് സോളിഡ് ആക്കാൻ വേണ്ടത് ചെയ്തു എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞേക്കുന്നത്. ചെയ്തിട്ടുണ്ടാവും, കാരണം ഒരു കോച്ചിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഡിഫൻസ് സോളിഡ് ആക്കിയാൽ ഒരു ലീഗ് ജയിക്കാം
പക്ഷേ ഇതുപോലത്തെ ടൂർണമെൻറ്റ് ജയിക്കാൻ പറ്റുമെന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർ ആരും പറയുന്നില്ല. അതെ അതെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് തന്നെ. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്, ഈ തോൽവി എന്ന് പറയുന്നൊരു വലിയ ദുരന്തമുണ്ടല്ലോ, ആ തോൽവിയെ തടയിടാനുള്ള ഒരു ശ്രമം ആദ്യത്തേത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ലോകകപ്പ് കളിക്കുന്നതിൽ ഏറ്റവും മികച്ച ആക്രമണനിര ഒന്ന് ബ്രസീലിലാണ്. അതിന് എലൈറ്റ് അറ്റാക്കിംഗ് ലൈൻ എന്ന് പറയാം. എന്നുവെച്ചാൽ അതിൽ ആ അറ്റാക്കിങ്ങിൽ പങ്കുവഹിക്കുന്ന ഓരോ ആൾക്കാരും വളരെ, നമ്മൾ പറയില്ലേ മറ്റൊരു ടീമിലെ ആൾക്കാർക്കും പറ്റാത്തത്രയും ടാലൻറ്റിൻ്റെ സ്പർശമുള്ള അറ്റാക്ക്. അത് നല്ലൊരു കാഴ്ചയായിരിക്കും. വിനീഷ്യസ് എല്ലാം കഴിഞ്ഞ ദിവസം ഒരു പരിശീലന മത്സരത്തിൽ 6 ഗോൾ അടിച്ചു ബ്രസീൽ. അനായാസമാണ് ഗോൾ അടി. അനായാസമാണ്. അതാണ് എലൈറ്റ് അറ്റാക്കിംഗ് ഞാൻ പറഞ്ഞത്. മറ്റേത് കഷ്ടപ്പെട്ട് അടിക്കുന്ന പോലെയല്ല. ചില യൂറോപ്യൻ ടീമുകൾ ആലോചിച്ചുറപ്പിച്ച ഗെയിം പ്ലാൻ കൊണ്ടുവന്ന് നടപ്പാക്കുകയും അതിന് ഓരോന്നിനും ഓരോ സമയത്തും പിഴവുകളുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് മാത്രം അറിഞ്ഞുകൂടും. നാച്ചുറലായ ഗെയിം നമ്മളത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ബ്രസീലിൻ്റെ. അപ്പോൾ എലൈറ്റ് അറ്റാക്കിങ് വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും. പക്ഷേ എലൈറ്റ് അറ്റാക്കിങ് വെച്ച് ഗോൾ അടിക്കുമ്പോഴും സ്വന്തം ഗോൾ പോസ്റ്റിൽ പന്ത് കയറി എന്ത് ചെയ്യും. അപ്പോൾ ആഞ്ചലോട്ടി ചെയ്തേക്കുന്നത് അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡിഫൻസ് സോളിഡ് ആക്കിയിട്ടുണ്ട്. അതൊരു ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് വളരെ ഇതാണ്. ഇപ്പോൾ ബ്രസീൽ 1994 US നടന്നതല്ലോ. ഇപ്പോൾ വീണ്ടും US വന്നിരിക്കുന്നു. അന്ന് കപ്പ് നേടിയ ശേഷം പിന്നെ കപ്പ് നേടാൻ 2022 വരെ 24 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2022 ജപ്പാനിൽ യോക്കോഹാമയിൽ നടന്ന ഫൈനൽ, ആ ഫൈനൽ മാച്ച് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ബ്രസീലിൻ്റെ ആ ഒരു 98 പരാജയവും ഞാൻ കണ്ടതാണ്. അതും ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഫ്രാൻസിനോടുള്ള സിദ്ധാൻ്റെ ടീമിനോടുള്ള. പിന്നെ 2002 കപ്പടിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞാൽ 94 കഴിഞ്ഞ് 24 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത കപ്പ് കിട്ടി. 2022 കഴിഞ്ഞ് 2002 കഴിഞ്ഞ് 26 വരുമ്പോൾ 2002 അപ്പോൾ വീണ്ടും 24. അങ്ങനെ സ്വപ്ന ലോകത്ത് യഥേഷ്ടം കറങ്ങി നടക്കുന്ന, സ്വപ്നം കാണുന്ന, ആഗ്രഹിക്കുന്ന, മോഹിച്ച് നടക്കാണ്ടാകുമ്പോൾ ഭിത്തിയിൽ തലയടിച്ച് കരയുന്ന ആൾക്കാരാണ് ബ്രസീലുകാർ. ആ കളിക്കാരും അങ്ങനെ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 24 വർഷം എന്നുള്ളത് അവരെ വല്ലാണ്ട് മോഹിപ്പിക്കുന്നുണ്ട്. അപ്പം അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് പ്രതീക്ഷിക്കാം. അതെ, അവർ അവിടെ തെരുവുകളിലൊക്കെ പല സ്ഥലത്തും 6ാമത്തെ ലോകകപ്പ് വരച്ചു വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ബ്രസീലിലുള്ള സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് വരച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ആഗ്രഹമാണല്ലോ. അല്ല, മാത്രമല്ല ഫുട്ബോൾ ഇങ്ങനെ രക്തത്തിൽ കലർന്ന ഒരു ജനതയല്ലേ. നമുക്ക് ഈവൻ അർജന്റീനയെ പോലും നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതാണ് ശരിക്കും. അത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന വേറെ രാജ്യം ലോകത്തൊരിടത്തും ഉണ്ടാവില്ല. സ്പെയിൻ എപ്പോഴും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫേവറേറ്റ്സുകളുടെ നിരയിലുള്ള ഒരു ടീമാണ്. ഇപ്പം നമ്മളിപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റീസെൻറ്റ് ടൈമിൽ ഒരു 28 മത്സരങ്ങൾ അവർ തോൽവി അറിയാതെയാണ് ഇപ്പോൾ വേൾഡ് കപ്പിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സമനില വഴങ്ങിയെങ്കിലും അവർ തോൽവിയിലേക്ക് പോയില്ല. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ വരുന്നത്. പക്ഷേ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ബിഗ് സ്റ്റേജിൽ വരുമ്പോൾ എത്രത്തോളം മെൻ്റലി ഈ കപ്പിനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാഞ്ചല്യം സ്പെയിനില്ലേ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്. അതേസമയം മറ്റു തരത്തിലെല്ലാം ഭയങ്കര, ഇപ്പോൾ യമാലിനെ പോലെ ഒരു വലിയ പ്രതിഭയുണ്ട്, നിക്കോ വില്യംസ് ഉണ്ട്, ഒരുപാട് താരങ്ങളുണ്ട്. ചെറുപ്പക്കാരാണ് കൂടുതലും. ചെറുപ്പമാണത്, ടീമിൻ്റെ ഒരു മുഖമുദ്ര ചെറുപ്പമാണ്, വേഗമുള്ള കളി, മനോഹരമായിട്ട് പാസ് ചെയ്യുക, ക്രിയേറ്റീവാണ്. എത്രത്തോളമാണ് അവർ ഈ ഒരു ബാറ്റിലിനെ എങ്ങനെ അതിജീവിക്കും? അല്ല, സ്പെയിൻ ഞാൻ പറഞ്ഞല്ലോ, ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ടുള്ള എനോർമസ് എന്ന് പറയില്ല, അങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയുള്ളൊരു ടീമാണ്. ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഫിസിക്കൽ ബാറ്റിൽ അവർ കുറച്ച് പിന്നിലാണ്. ഇപ്പോൾ ഫ്രാൻസും സ്പെയിനും തമ്മിലൊരു സെമി ഫൈനൽ വരും എന്നൊക്കെയാണ് പ്രവചനം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാം AI പ്രവചനങ്ങളല്ല. അപ്പോൾ AI പ്രവചിക്കുന്ന പോലെ ഒന്നും കളിക്കളത്തിൽ സംഭവിക്കണമെന്നില്ല. AIക്ക് പ്രവചിക്കാം. നമ്മൾ ഓരോരുത്തർ പല പ്രവചനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്പെയിനിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് ഈ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം ഒരു വെല്ലുവിളിയാണ്. അത് അത്തരത്തിലുള്ള ടീമുകളോട് കളിക്കുമ്പോൾ, യൂറോപ്പിലെ തന്നെ ചില ടീമുകളോട് കളിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഫ്രാൻസ് ജർമ്മനിയായിട്ട് കളിക്കുമ്പോഴും വന്നേക്കാം. അങ്ങനെ കളിക്കുകയാണെങ്കിൽ അവർക്ക് ഇത് വന്നേക്കാം. അപ്പോൾ സ്പെയിൻ ഫ്രാൻസുമായിട്ട് സെമി ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ സ്പെയിനിന് ഈ പ്രശ്നം നേരിടേണ്ടി വരും. അതുമാത്രമല്ല, സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കളിയേ ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ തോറ്റ 3rd പ്ലേസ് വെച്ച് നമ്മളത് കണക്കാക്കുന്നില്ലല്ലോ. പക്ഷെ ജയിച്ചാൽ ഫൈനലാണ്. അപ്പോൾ അതൊരു ബിഗ് മാച്ചാണ് ഈ സെമി ഫൈനലിൽ. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന, അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ സ്പെയിനിൻ്റെ യുവനിര ടാലൻറ്റഡ് ആണ്, ക്രിയേറ്റീവാണ്, എനർജറ്റിക്കാണ്. അവർക്ക്
ഭയങ്കരമായ വിജയിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം, വിജയതൃഷ്ണയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ വലിയ ടൂർണമെൻറ്റുകളിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ടീമിൽ ഒരു സൂപ്പർമാൻ ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് ചില സമയങ്ങളിൽ ഒരു കൃത്യമായ ഒരു എന്താ പറയുക, കൂട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ചില ഘട്ടങ്ങളിൽ പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിൽ സ്വയം ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കണം. ചില ഘട്ടങ്ങളിൽ അത് ചിലപ്പോൾ എതിർ ടീമുമായിട്ടുണ്ടാകുന്ന ഒരു ഫിസിക്കൽ ബാറ്റിൽ അതിൻ്റെ ഫൗള്, റഫറിയോടുള്ള തർക്കം, ചിലപ്പോൾ ഒരു റെഡ് കാർഡോ മറ്റോ സ്വന്തം ടീമിൽ ഒരാൾക്ക് കിട്ടുന്നു, പിന്നെ 10 പേരായിട്ട് കളിക്കേണ്ടി വരുന്നു. ആ പോകുന്ന ആൾ ഇപ്പോൾ ഡിഫൻസിലെ കീ പ്ലെയർ ആണെങ്കിൽ ഒരാൾ ഡിഫൻസിലേക്ക് മാറണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടല്ലോ കുറച്ച് നേരത്തെങ്കിലും, അതിനെങ്ങനെ ഇത് ചെയ്യാം? അതല്ലെങ്കിൽ ഒരു ഗോൾ ലീഡിൽ പിടിച്ച് നിൽക്കുന്നു, കളി ഇഞ്ചുറി ടൈം 9 മിനിറ്റ് കൊടുക്കുന്നു, ആ 9 മിനിറ്റിനെ എങ്ങനെ തരണം ചെയ്യാം? എന്തും സംഭവിക്കാം. ഇതെല്ലാം ക്ലബ് ഫുട്ബോളിൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാം. നമ്മൾ തിരിച്ചിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. 2010 സ്പെയിൻ കപ്പടിച്ചപ്പോൾ ആ ടീമിൽ നോക്കി ഓരോ ആൾക്കാരും ലീഡേഴ്സ് ആയിരുന്നു. ശരിയാണ്. അതാ ഇനിയസ്ത തുടങ്ങിയ തലമുറയുടെ പലരും ലീഡേഴ്സാണ്, എല്ലാം ലെജൻസ് ആണ്, എല്ലാവരും പലരും ലീഡേഴ്സാണ്. ആ ലീഡേഴ്സിൻ്റെ ഒരു അഭാവം, ഒരു ലീഡറെങ്കിലും മതി, പക്ഷേ ഒന്നിലേറെ ലീഡേഴ്സ് വരണം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഫ്രാൻസിന് സത്യത്തിൽ ഫൈനലിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതാണ്, എംബാപ്പെ പോലും ഫസ്റ്റ് ഹാഫിൽ ലീഡറായിട്ട് ഉയർന്നില്ല. അത് ആ ഹാഫ് ടൈമിലെ ഒരു സത്യത്തിൽ അതിനെ ഒരു സെക്കൻഡുകൾ നീളുന്നായിരുന്നെങ്കിലും അതിനൊരു 1 മിനിറ്റ് പോലും ആയില്ലെങ്കിലും അതിനൊരു പ്രഭാഷണം എന്ന് വേണമെങ്കിൽ കണക്കിലെടുക്കണം. നമ്മൾ ചില സമയത്ത് മലയാളികൾക്ക് വിജയൻ മാഷിൻ്റെയും അഴീക്കോട് മാഷിൻ്റെയൊക്കെ പ്രഭാഷണം കേട്ടിട്ട് നമ്മൾ അതെ കടലരമ്പം കേൾക്കും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യമുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് എംബാപ്പെ സംസാരിച്ചത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എംബാപ്പെ എന്ത് ചെയ്തു? എംബാപ്പെ അതിനെല്ലാത്തിനെയും പുള്ളി അങ്ങ് മുന്നോട്ട് വന്നു. അതേസമയം അവരുടെ ക്യാപ്റ്റൻ ശരിക്കും ആരായിരുന്നു? ഗോൾ കീപ്പറായിരുന്നു. ലോറിസിന് അതൊട്ട് സാധിച്ചില്ല. ഈ എംബാപ്പയുടെ പ്രഭാഷണം ലോറിസും കേട്ടുകൊണ്ട് നിന്നു. കാരണം ലോറിസ് അതിനേക്കാൾ കൂടുതൽ ശരിക്കും ഫുട്ബോളിൽ മുമ്പൊക്കെ പറയുകയും കേട്ടിരുന്ന ഒരു കാര്യം വെച്ചാൽ, ഒരു ഗോൾ കീപ്പർക്കാണ് കളിക്കളത്തിൻ്റെ മുഴുവൻ ചിത്രം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഗോൾ കീപ്പർ വിളിച്ച് പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. വന്നില്ല. പക്ഷേ സ്പെയിനിൽ അന്ന് ഇപ്പോൾ കസിയസ് ആയിരുന്നെങ്കിൽ പോലും കസിയസിന് അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം അതിന് വേണ്ട ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെയിനിൻ്റെ ക്രിയേറ്റിവിറ്റിയും ഒരു ടാക്റ്റിക്കൽ ബ്രില്യൻസും യുവത്വവും എല്ലാം ഈ ലോകകപ്പ് നേടാൻ പറ്റിയ ചേരുവകൾ തന്നെയാണ്. അതിന് ഇങ്ങനെ ഒരു കാര്യം കൂടി വേണം. കാരണം ചില ഘട്ടങ്ങൾ പിന്നെ ഈ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന മാച്ചസ് ശരീരം മൊത്തം ക്ഷീണിക്കുന്നു, അതോടൊപ്പം ചിന്തകൾ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്ഷീണിച്ചു പോകാത്തതും ഉണ്ട്. മനസ്സ് മടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് പരീക്ഷണഘട്ടമാണ്. മനസ്സ് മടിപ്പിക്കുന്ന പരീക്ഷണഘട്ടമാണ് അവസാനം ഇതെന്ന് പറഞ്ഞാൽ. അതും കഴിഞ്ഞ് ടൈ ബ്രേക്കറിൽ പോകുന്നു. ടൈ ബ്രേക്കറിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു തവണ ഇറ്റലിക്കെതിരെ ഇംഗ്ലണ്ട് തോറ്റത്, ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ കിക്ക് കഴിഞ്ഞ് പിന്നത്തെ എല്ലാ കിക്കും എടുത്തത് 25 വയസ്സിന് താഴെ ആൾക്കാരായിരുന്നു. അവരുടെ സ്പോട്ട് കിക്ക് എന്നുള്ള ഡെസിഷൻ മേക്കിങ്ങിലാണ് അവർക്ക് പിഴച്ചതെന്നുള്ളത് പിന്നീട് അവർ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. ശരിയാണ്. എന്നുവെച്ചാൽ ഗോൾ കീപ്പറുടെ മികവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതുപോലെ കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ നമ്മൾ കണ്ടാണല്ലോ, അവിടെ അന്നേരം മാർട്ടിനസ് ലീഡറായി. ആ പെനാൽറ്റി ബോക്സിൽ. ശരിയാണ്. അതൊരു 1 മാൻ ഷോയാണ്. പക്ഷെ ആ ഷോയിൽ പോലും പുള്ളി ലീഡറാണ്. കാരണം പുള്ളി അടുത്ത കിക്ക് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ആവേശവും ആത്മവിശ്വാസവും എടുത്തിട്ട് പകർന്നു കൊടുത്തിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ കിസ് ചെയ്യുക, തട്ടുക, നെഞ്ചുകൊണ്ട് ഇടിക്കുക, പലതരത്തിൽ പുള്ളി ഹി വാസ് ഇമോഷണലി ഒരു അതിമനുഷ്യനായിട്ട് അങ്ങ് മാറിയിട്ട്. അതേസമയം ഫ്രാൻസിൻ്റെ ആൾക്കാർക്ക് അന്നും കിക്ക് എടുത്തത് ഇങ്ങനെയായിരുന്നു. ഫ്രാൻസിൻ്റെ യങ് പ്ലെയേഴ്സിനാണ് കിക്ക് എടുത്തപ്പോൾ ആ പ്രശ്നം പറ്റിയത്. കാരണം അവർക്ക് ആ സമ്മർദ്ദത്തിൽ ഒടുവിൽ റഫറി ഇടപെടുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ കണ്ണിൽ നോക്കിയുള്ള മാർട്ടിനസിന്റെ ഒരു സൈക്കോളജിക്കൽ വാർ ഉണ്ടായിരുന്നല്ലോ. മാർട്ടിനസിനോട് വന്ന് ഇനി ബോൾ എടുക്കുകയെന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന് പറയുന്ന ഒരു നിലയിലെ കാര്യങ്ങൾ വന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഘട്ടങ്ങൾ വരുമ്പോൾ സ്പെയിനിന് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നതല്ല, ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞ് സിറ്റുവേഷൻ മാറുന്നത്. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ നല്ല ട്രൂ ലീഡേഴ്സ് എമർജ് ചെയ്ത് വരാം. അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇവരെല്ലാം
നമ്മൾ ഇതിൽ പല കളിക്കാരെയും നമ്മൾ അണ്ടർ-17 വേൾഡ് കപ്പിൽ ഇവിടെ കൊച്ചിയിൽ കണ്ടതാണ്. അണ്ടർ-17 വേൾഡ് കപ്പിൽ കൊച്ചിയിൽ കളിച്ച പിന്നീട് ആ ലോകകപ്പിൽ അവർ മുന്നോട്ടധികം പോയില്ലെങ്കിൽ പോലും അവർ വളർന്നു. അപ്പം അതും ആ പ്രായത്തിൽ അവരുടെ ബിഗ് സ്റ്റേജാണത്. അതിൽ നിന്ന് കയറി വന്ന ആളുകളാണ്. പിന്നെ ലോകത്തെ ഏറ്റവും മികച്ച സ്പാനിഷ് ലീഗിൽ കളിക്കുന്ന ആൾക്കാർ പലതുണ്ട്, മറ്റു ലീഗുകളിലും കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടേതായ ഒരു പെർഫോമൻസ് ലെവൽ അവരെങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ. പിന്നെ കോച്ചിന് ഇങ്ങനത്തെ ഒരു ടീമാകുമ്പോൾ കോച്ചിന് വലിയ റോളുണ്ട്. കാരണം കോച്ച് എത്രത്തോളം പൊതുജനങ്ങളോട് മീഡിയയോട് സംസാരിക്കുന്നുള്ളതല്ല, കോച്ച് കളിക്കാരോട് എങ്ങനെ സംസാരിക്കുന്നു, അവരെ ഈ ചെറുപ്പക്കാരെ ഒരു 8 മാച്ച് കൊണ്ട് ഫൈനലായല്ലോ. അപ്പോൾ 8 മാച്ച് കൊണ്ട് എങ്ങനെ വളർത്തിയെടുക്കുന്നു ഈ ഒരു പിതാവ് എന്നുള്ള മട്ടിൽ പുള്ളി എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെയും നമ്മൾ പറയുമ്പം ഒരുപാട് ഈ ഫാൻ ബേസുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ബെക്കാമോ അല്ലെങ്കിൽ അതിന് മുൻപുള്ള കാലം മുതൽ സ്റ്റാർസ് ഒരുപാട് പേരുണ്ട്. പക്ഷേ ടീം ഒരിക്കലും നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആരാധകരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അവർ ഉയരാറില്ല. എനിക്ക് തോന്നുന്നു പ്രതിഭകളുടെ ഒരു കുറവ് അവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അവരും ഈ പറഞ്ഞ ബിഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും അവരൊരു കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം ഈ ഒരു അല്ലേ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്നതിനുള്ള ആ ഒരു പ്രൈഡ് എത്രത്തോളം അവർക്കുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകും. അത് പെട്ടെന്ന് പതറി പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തവണ ഈ അത്യാവശ്യം പ്ലെയേഴ്സ് എല്ലാം കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലേക്കാൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ്. മിടുക്കനായിട്ടുള്ള ഒരു കോച്ചുണ്ട്. എന്തായിരിക്കും ഇംഗ്ലണ്ട് ചെയ്യാൻ പോവുക? ഇംഗ്ലണ്ടിൻ്റെ എല്ലാ കാലത്തും നമുക്കെല്ലാവർക്കും ഒരു പിടികിട്ടാത്ത ചോദ്യമാണ് ഇംഗ്ലണ്ട് അവരുടെ പൊട്ടൻഷ്യൽ കളിക്കളത്തിൽ കൊണ്ടുവന്നിട്ട് വിജയമാക്കി മാറ്റുന്നില്ല. ഇല്ല, എനിക്ക് തോന്നിയിട്ട് എൻ്റെ ഒരു നിരീക്ഷണം എന്ന് വെച്ചാൽ ഈ ഇംഗ്ലണ്ടിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നമ്പർ 1 ഒന്നും അല്ല. ഫുട്ബോളിലെന്ന് വെച്ചാൽ ഈ മീഡിയ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ഈ പപ്പരാസി ജേർണലിസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഭയങ്കരമായ ഒരു ഇടപെടലുണ്ട്. അവർ ലോകത്ത് അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ഡേവിഡ് ബെക്കാമാണെന്ന് തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹം പോലും അത് ഏറ്റവും മികച്ച മിഡ്ഫീൽഡറാണ് അദ്ദേഹം പോലും വിശ്വസിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ കളിക്കളത്തിന് പുറത്തുള്ള ജീവിതവും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ ജീവിക്കാനായിട്ട് ഇവരെ ഇൻഡയറക്റ്റ്ലി ഫോഴ്സ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇംഗ്ലണ്ടിൽ മൊത്തത്തിൽ ഈ പന്ത് കളിക്കാരെ സംബന്ധിച്ച് അവരുടെ ചുറ്റും പറ്റിയൊക്കെ ഉണ്ട്. ശരിയാണ്. ചില സമയങ്ങളിലൊക്കെ അവരെ ഉപമിക്കുന്നത് രാജകുടുംബമായിട്ടാണ് ഇംഗ്ലണ്ടിലെ. അത്രയും അവരങ്ങനത്തെ ആളുകളാണ്. ചില സമയത്ത് അവരെ ഉപമിക്കുന്നത് വലിയ പോപ്പ് സ്റ്റാർസിൻ്റെ ഒക്കെ ഒരു ലെവലിലാണ്. ചില സമയത്ത് അവരെ ഉപമിക്കുന്നത് വലിയ കോടീശ്വരന്മാരോടാണ്. കാരണം സ്വന്തമായിട്ട് ജെറ്റ് പ്ലെയിനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ. ഇതൊന്നുമല്ല കളിക്കളത്തിൽ വരുന്നത്. അപ്പോൾ കളിക്കളത്തിലേക്ക് വരുമ്പോൾ എന്തോ ഇതിൻ്റെ എല്ലാം റിസൾട്ടാണോ എന്തോ, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടാണോ എന്ന് വെച്ചാൽ ടീം കൾച്ചർ, അതും കാലങ്ങളായിട്ട് കൈമാറി വരുന്ന ലെഗസി എന്നുള്ള ഇത് കൊണ്ടിട്ടാണോ, 1-2 പേരെ അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് അവരാണ് വലിയ താരങ്ങളായിട്ടുമൊക്കെ നിലനിൽക്കുന്ന എന്നുള്ള ഒരു രീതി വരാറുണ്ട് എല്ലാ കാലത്തും. കളിക്കളത്തിൽ 3-4 പേരുടെ പെർഫോമൻസ് ആയിട്ട് തന്നെ അവസാനം അത് അങ്ങ് പോകും. കാര്യം ഒരിക്കലും അതൊരു ടീം സ്പിരിറ്റ് അല്ല, ഒരു ടീം ഗെയിമായി. അതെ. പക്ഷേ ഇത്തവണ അത് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ അവരെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് അനുഭവം. കാരണം ക്വാളിഫിക്കേഷൻ റൗണ്ടിലെ ഏറ്റവും മികച്ച റെക്കോർഡ് അവരുടേതാണ്. പിന്നെ കോച്ചിനെ പോലുള്ള കോച്ചിൻ്റെ ബ്രില്യൻസും അതിൻ്റെ അകത്തുണ്ട്. കോച്ച് വളരെ ഈ പറഞ്ഞ പോലെ തന്നെ ടാക്ടിക്സും എല്ലാത്തിലും വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ്. സാധാരണ ഇംഗ്ലണ്ടിൻ്റെ കോച്ചാകുമ്പോൾ ഞാൻ വേൾഡ് കപ്പ് കവർ ചെയ്യാനോ ഒക്കെ പോയിട്ടുള്ള സമയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിരിക്കും കിരീട പ്രതീക്ഷ കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലായിട്ടുള്ള കോച്ച്. അത്രയും ആരാധക ശല്യം, സമ്മർദ്ദം കൊടുക്കും. അതെ. അപ്പോൾ ഇദ്ദേഹത്തെ ടുഹോൾ എന്നാണ് ജർമ്മൻകാർ പറയുന്നത്. ഞാൻ ജർമ്മനിയിൽ ഒരു പര്യടനത്തിന് പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ സമീപനങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹം അന്ന് അവിടെ, അപ്പോൾ അവർ ടുഹോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ടുഹോൾ ഇപ്പോൾ ഈ സാധാരണ ഇംഗ്ലീഷ് മീഡിയയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രഷർ, ഭാരം തലയിൽ വെച്ച് അത് ഏറ്റിട്ടില്ല. അത് എങ്ങനെയാണ് പുള്ളി അതിനെ തകടം മറിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം അതിനപ്പുറത്താണ്. അത് ടീമിന് ഗുണം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോഴും ഈ വേൾഡ് കപ്പിലും മുൻപ് വേൾഡ് കപ്പിലുള്ള പോലെ തന്നെ ഒരു വലിയ താരത്തെ പൊക്കി പറയുക, അല്ലെങ്കിൽ 1-2 പേരെ പറയുക, അവരാണ് ഏറ്റവും വലുതെന്ന് പറയുക, അവരുടെ പെർഫോമൻസിൽ അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളൊരു സംഗതി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഹാരി കെയ്ൻ അങ്ങനെ ഉയർത്തി കാണിക്കപ്പെടുമ്പോഴും ഇംഗ്ലണ്ടിൻ്റെ രാജകുമാരനായിട്ട്
രാജകുടുംബത്തിന് പുറത്തുള്ള രാജകുമാരനായിട്ട് ഉയർത്തി കാണിക്കപ്പെടുമ്പോഴും അദ്ദേഹം ഗോൾ അടിക്കുന്നുണ്ട്. ഗോൾ അടിക്കുന്ന ഇപ്പോൾ ഈ ലോകകപ്പിലേക്ക് വരുന്ന സ്ട്രൈക്കർമാരിൽ ഏറ്റവും ഫോമിലുള്ള സ്ട്രൈക്കർ ഹാരി കെയ്നാണ്. ബയണിന് വേണ്ടിയിട്ട് ഒരുപാട് ഗോൾ അടിച്ചു. അപ്പം മാറിയ പ്ലേയിങ് സ്റ്റൈല്, ഫോർമേഷൻ, യുവത്വം, ആ യുവത്വം തന്നെ എക്സ്പീരിയൻസ് ആർജിച്ചിരിക്കുന്നു. അവർ യൂറോയിലൊക്കെ ഫൈനലിലൊക്കെ തോറ്റുപോയതിനേക്കാളൊക്കെ ഒരുപാട് ആദ്യം നിന്നൊക്കെ ഒത്തിരി മെച്യൂർഡ് ആയിട്ടുണ്ട്. ടീം എഫർട്ടായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ആ ഒരു തലത്തിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിന് സാധ്യതകളുണ്ട്. ഇതിൻ്റെ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള അല്ലെങ്കിൽ സെമി ഫൈനൽ വരെയുള്ള ഒരു ഹാഫ് ഉണ്ടല്ലോ, ഒരു പാത്ത് വേ ഫീഫ ഡ്രോയിലൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതിൽ ഇംഗ്ലണ്ട് സേഫുമാണ് കേട്ടോ. കാര്യമായ വെല്ലുവിളികളില്ലാതെ മുന്നോട്ട് പോകാം. ശരിക്കും ഇംഗ്ലണ്ടിന് പീക്ക് ചെയ്യാൻ പറ്റിയ നല്ല സുഗമമായ ഒരു വഴി. ഒരു അൺഎക്സ്പെക്റ്റഡ് ഒപ്പണൻറ്റ് വന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് പെർഫോമൻസ് വരിക, അല്ലെങ്കിൽ ഒരു സെൽഫ് ഗോൾ വരിക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവില്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഫുട്ബോൾ പ്രവചനാതീതം എന്നുള്ളതാണല്ലോ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം ഇംഗ്ലണ്ടിന് ഗ്രാജുവലി പെർഫോം ചെയ്ത് വന്ന് ബെറ്റർ ആവാൻ അവസരം വന്ന് സെമി പോലുള്ളൊരു വൻ സ്റ്റേജ് വരെ വലിയ ബുദ്ധിമുട്ടുകളുള്ള, വലിയ ഞെട്ടിക്കലിനുള്ള സ്കോപ്പില്ലാത്ത എതിരാളികളുടെ അടുത്തുനിന്ന് കളിച്ച് എന്ന് വെച്ചാൽ ലോകകപ്പ് ഇറ്റ്സെൽഫ് ഈസ് എ വാം അപ്പ് ടൂർണമെൻറ്റ് ഫോർ ദം അപ് ടു സെമി ഫൈനൽ. ഫൈനലും പിന്നെ അവിടെയാണ് നെർവ്സിൻ്റെ ഒരു ബലം, ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയും ടീം വർക്കും എല്ലാം കൂടി വരുന്നത്. ശരിയാണ്. പലപ്പോഴും നമ്മളിപ്പോൾ മുൻ ലോകകപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ടീമുകളെല്ലാം ആദ്യത്തെ ഇനീഷ്യൽ മാച്ചസൊക്കെ കുറേയേറെ ഗോളൊക്കെ അടിച്ച് വളരെ ഈസി ആയിട്ട് പോയിട്ട് ഇപ്പോൾ ഒരു ക്വാർട്ടർ ലെവലിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഒരു കൊള്ളാവുന്ന ഒരു ഒപ്പോണൻറ്റ് വരുമ്പോൾ പതറി പോവുകയും തോൽക്കുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു നമുക്ക് ആ മാമത്തിനുള്ള എനഫ് അവസരമാണ് ഇവർക്ക് ഉള്ളത്. അതേസമയം നല്ല പെർഫോമൻസുമാണ്, ഇതൊക്കെയാണ്, യങ് ആണ്, ടാലൻറ്റഡ് ആണ്, ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ മുൻ വേൾഡ് കപ്പിനേക്കാൾ കൂടുതൽ കുറച്ച് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ടീമിന് കേരളത്തിലും നല്ലപോലെ ഫാൻ ബേസ് ആരാധകരുണ്ട്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കൊച്ചിയിൽ നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ജേഴ്സി പോകുന്ന ഒരാൾ ബെല്ലിംഗാമാണ്. നോട്ട് ഈവൻ കെയ്ൻ, ബെല്ലിംഗാമാണ് ഇവിടുത്തെ ഒരു താരം. ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മറ്റേത് അങ്ങനെ അല്ലായിരുന്നു.